ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നാണ്. പിന്നെ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ അപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കുകയാണെങ്കിൽ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്കാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. സോ ഇതാകുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഏതൊക്കെ നോട്ടിഫിക്കേഷൻ ആണ്, എത്ര വേക്കൻസി ഉണ്ടെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോ നോക്കാം. ഗ്രൂപ്പ് സി തസ്തികയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. നോൺ ഗസറ്റഡ് പോസ്റ്റ് ആണെന്ന് ഓർത്തിരിക്കുക. സോ ഇതിന്റെ സാലറി നോക്കുവാണെങ്കിൽ സാലറി ലെവൽ 7 ആണ്. അതായത് 44,000 മുതൽ 1,42,000 വരെയാണ് സാലറി എന്ന് ഓർത്തിരിക്കുക. സെൻട്രൽ ഗവൺമെന്റ് എല്ലാ അലവൻസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ വേക്കൻസി നോക്കുമ്പോൾ എത്ര വേക്കൻസി വന്നിട്ടുണ്ടെന്ന് ജനറൽ കാൻഡിഡേറ്റിന് 1,537 വേക്കൻസി, EWSന് 448 വേക്കൻസി, OBCക്ക് 946 വേക്കൻസി, SCക്ക് 566 വേക്കൻസി, STക്ക് 226 വേക്കൻസി. അങ്ങനെ ടോട്ടൽ വിളിച്ചിരിക്കുന്നത് 3,717 വേക്കൻസി ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഒരു ഡിഗ്രി ഉണ്ടായിരുന്നത്, ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുള്ളൂ. അതോടൊപ്പം ഡിസേബിൾ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോൺ കമ്പ്യൂട്ടറിന്റെ പരിജ്ഞാനം ഉണ്ടായിരിക്കണം എന്നേ പറയുന്നുള്ളൂ. സോ അതുപോലെ തന്നെ 18 മുതൽ 27 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കട്ട് ഓഫ് ഡേറ്റ് പറയുന്നത് 10/8/2025 ഏജ് ലിമിറ്റിന്റെ കട്ട് ഓഫ് പറയുന്നത് SC/ST കാൻഡിഡേറ്റ് 5 വർഷത്തെ ഏജ് റിലാക്സേഷനും OBC കാൻഡിഡേറ്റിന് 3 വർഷത്തെ ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് ഓർക്കുക. സോ ഇനി എക്സാമിനേഷൻ എങ്ങനെയാണ് സ്കീം ഒക്കെ നോക്കാം. നിങ്ങൾ 3 ടയർ എക്സാം ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. ടയർ 1 എന്ന് പറയുന്നത് 100 മാർക്കിനായിരിക്കും വരുന്നത്. 1 അവർ ആയിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ഓർത്തിരിക്കുക. 100 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും ഓർത്തിരിക്കുക. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ സിലബസ് ആണെന്ന് വരുന്നത്. അതിനോടൊപ്പം ഇതിന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും ടയർ 1-ന്. ടയർ 2 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതായത് എഴുത്ത് എക്സാം ആയിരിക്കും ഉള്ളത്. 50 മാർക്കിനായിരിക്കും, 1 അവർ ആയിരിക്കും എക്സാം കണ്ടക്ട് ഓർത്തിരിക്കുക. സോ പിന്നീട് വരുന്ന ടയർ 3 ആണ്. ടയർ 3 എന്ന് പറയുന്നത് ഇന്റർവ്യൂ ആയിരിക്കും. ഇന്റർവ്യൂ എന്ന് പറയുന്നത് മാർക്ക് 100 മാർക്ക്. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളുടെ റാങ്ക് വരുന്നതെന്ന് ഓർത്തിരിക്കുക. സോ ഇനി എക്സാമിനേഷൻ നമ്മുടെ കേരളത്തിൽ എവിടെ കാണും നോക്കുക. കേരളത്തിൽ എറണാകുളത്തുണ്ട്, കണ്ണൂരുണ്ട്, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തിരുവനന്തപുരം, തൃശ്ശൂർ എന്നിവിടങ്ങളിലാണ് നമ്മുടെ കേരളത്തിൽ എക്സാം സെന്റർ വരുന്നത് ഓർത്തിരിക്കുക. സോ ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിന്റെ ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് ആണ്. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് 19/7/2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ഓൺലൈൻ ലൈവായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ക്ലോസ് ചെയ്യുന്ന ഡേറ്റ് നോക്കുകയാണെങ്കിൽ 10/8/2025 ക്ലോസ് ചെയ്യുന്ന ഡേറ്റ്. അതോടൊപ്പം തന്നെ ഫീസ് ലാസ്റ്റ് ആയിട്ട് അടയ്ക്കേണ്ട ദിവസം എന്ന് പറയുന്നത് 12/8/2025 ആണെന്ന് ഓർത്തിരിക്കുക. സോ ഇതിന് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് ഇവർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ്ലി നിങ്ങൾക്ക് ആ വെബ്സൈറ്റിലോട്ട് പോകുന്നതാണ്. www.mha.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റും അതോടൊപ്പം തന്നെ www.ncs.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിന് ശേഷം 10/8/2025 ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറയുന്നുണ്ട്. അതോടൊപ്പം ഞാൻ ഇൻസ്ട്രക്ഷൻ ഇവിടെ മെയിനിൽ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. എങ്ങനെ അപ്ലൈ ചെയ്യണം. സ്റ്റെപ്പ് 1 രജിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പ് 2 നിങ്ങൾ എന്തൊക്കെ അപ്ലോഡ് ചെയ്യണം, അതിന്റെ ഡയമെൻഷൻ എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക. ഇനി എക്സാം ഫീസ് നോക്കാം. എക്സാം ഫീസ് പറയുന്നത് എക്സാം ഫീസ് ആയിട്ട് വരുന്നത് 100 രൂപയാണ്. പ്ലസ് നിങ്ങൾക്ക് അഡീഷണൽ ചാർജ്, റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ 550 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും. സോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് മെയിൽ കാൻഡിഡേറ്റിൽ തന്നെ ജനറൽ, EWS, OBC കാൻഡിഡേറ്റിന് നിങ്ങൾ ടോട്ടൽ അടയ്ക്കേണ്ടതെന്ന് പറഞ്ഞാൽ 650 രൂപയാണ്. അതായത് 100 രൂപ എക്സാമിനേഷൻ ഫീസ് പ്ലസ് 550 രൂപ പ്രോസസിംഗ് ചാർജ് കൊണ്ട് കൂട്ടി 650 രൂപ. ബാക്കി വരുന്ന SC/ST കാൻഡിഡേറ്റ്, അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്, അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റിനൊന്നും ഈ പ്രോസസിംഗ് ഫീ ആയിട്ടുള്ള എക്സാമിനേഷൻ ഫീ ആയിട്ടുള്ള 100 രൂപ അടയ്ക്കേണ്ടത്. അവർക്ക് അടയ്ക്കേണ്ടത് ഒരു 550 രൂപ മാത്രമാണ്. സാധാരണ റിക്രൂട്ട്മെന്റ് പ്രോസസിംഗ് ചാർജ് ആയിട്ട് 550 രൂപ അടച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത്. ജസ്റ്റ് അത് നിർത്തിക്ക്. സോ അപ്പോൾ ഇതാണ് ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് പറയാം 10/8/2025 ആണ്. അതിന് മുമ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നവർ അപ്ലൈ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ട സർട്ടിഫിക്കറ്റ് എല്ലാം ഇവർ താഴെ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്ന പോസ്റ്റ് നോക്കാം. അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്കാണ്. അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെല്ലാം അപ്ലൈ ചെയ്തു. താങ്ക് യു.